ഡോക്ടർ ആരിഫ് ഹുസൈൻ, കോടതിയിൽ അവിശ്വാസം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സമീപകാലത്തുണ്ടായിട്ടുള്ള ചില കോടതി വിധികളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ടുള്ള വിധി പ്രസ്താവം ഉണ്ടാകുന്നില്ല. സാക്ഷിമൊഴികളുണ്ട്, സാഹചര്യ തെളിവുകളുണ്ട്, പക്ഷേ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നില്ല. എങ്ങോട്ടാണ് ഈ പോക്ക്, ആരിഫ് ഹുസൈൻ? രണ്ട് ആംഗിളിലാണ് ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ഞാനും ഒരു കോളേജ് രാഷ്ട്രീയത്തിലൂടെയൊക്കെ വന്നിട്ടുള്ള, അതിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ചില വളരെ ശക്തമായ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ കഷ്ടിച്ച് തലനാരിഴക്കി ഇതുപോലുള്ള അക്രമ സംഭവങ്ങളിൽ നിന്നൊക്കെ അതിൽ നിന്ന് പെടാതെ പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പിന്നീട് അതൊക്കെ സംഭവിക്കുന്ന കാഴ്ചയൊക്കെ നമ്മുടെ തന്നെ കോളേജിലൊക്കെ സംഭവിച്ചതൊക്കെ നമ്മൾ അറിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൊരു ഇത് ഇന്ന് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ കോളേജ് രാഷ്ട്രീയം എന്ന് പറയുന്നത് സത്യത്തിൽ രാഷ്ട്രീയമല്ല. അത് ഇവിടെയുള്ള മെച്യൂറായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഇവിടുത്തെ പൊളിറ്റിക്കൽ ഒരു ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് കുറേ ഗുണ്ടകളെ തയ്യാറാക്കുന്ന രീതിയിലാണ് പലപ്പോഴും രാഷ്ട്രീയം ഇവിടെ മാറുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് ഈ ഒരു അക്രമത്തിന് വഴിവെക്കുന്ന രീതിയിലേക്ക് നിന്ന പാർട്ടി എന്ന് പറയുന്നത്, ഞാൻ തറപ്പിച്ച് പറയും, അത് SFI തന്നെയാണ് പ്രധാനപ്പെട്ട പാർട്ടി. പിന്നെ അതിലേക്ക് വരുമ്പോൾ കൂടുതലും ഈ പറയുന്ന ക്യാമ്പസ് ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ, അവരിറക്കി വെക്കുന്ന മറ്റ് പല രീതികൾ, ഇതെല്ലാം അവിടേക്ക് വരും. ഇനി ഇതൊരു കൂട്ടം ആളുകൾ ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മറുവശത്ത് നിൽക്കുന്ന ആളുകൾ ഇതിന് തിരിച്ചടിക്കാൻ എന്ന വണ്ണം അവരും ഈ പറയുന്ന പോലെ വയലൻസിലേക്ക് എത്തിപ്പെടുന്നു. പറഞ്ഞു വരുമ്പോൾ ഇതിൽ ആരാണ് വയലൻസ് തുടങ്ങി വെച്ചത് എന്നുള്ളത് അപ്രസക്തമാവുന്ന രീതിയിൽ എല്ലാവരും വയലൻസിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയാം. അപ്പോൾ ആരെങ്കിലും ഇതിനകത്ത് ഒരു വയലൻസ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചാൽ പോലും രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലത്തെ ഈ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. കാരണം അവിടെ ഗുണ്ടായിസവും ഈ പേടിപ്പെടുത്തലുകളും ഇതുപോലുള്ള സംഗതികൾ, അത് വെച്ചുകൊണ്ടുള്ള അത്തരം സംഗതികൾ, അതിൽ ഞാൻ പറഞ്ഞു പ്രതിക്കൂട്ടിൽ ആദ്യം നിർത്തേണ്ടി വരിക SFI തന്നെയാണ്. ഞാൻ പ്രവർത്തിച്ചിരുന്നതും ഇത് SFIയിൽ തന്നെയായിരുന്നു. ഇതാണ് അതിലൊരു പ്രധാന ഒരു പ്രശ്നം. ഇനി ഇവിടെ നമ്മൾ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഈ ചോദിച്ച ചോദ്യം അത് തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് അലോസരപ്പെടുത്തുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാവുന്ന സമയത്തൊക്കെ അവിടെ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു വിശ്വാസം, ഈ ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു സംഗതിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഞാൻ ഇവിടെ ആ ഒരു കാര്യത്തിലാണ് തുടക്കത്തിലെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതിൻ്റെ ABVPയുടെ ഇവിടെ ഇരിക്കുന്ന നേതാക്കൾ. ഞാൻ അവരുടെ പല പ്രസ്താവനകളൊക്കെ TV കാണുമായിരുന്നു. കാരണം ഈ അടുത്തുണ്ടായിട്ടുള്ള മറ്റ് പല വിഷയങ്ങൾ നമ്മൾ എടുത്തു നോക്കാം. ഇപ്പോൾ പാലത്തായി കേസ്, അതുപോലെ റിയാസ് മൗലവിയുടെ കേസ്, ഇപ്പോൾ ഈ പറയുന്ന ദിലീപിൻ്റെ വിഷയം, ഇപ്പോൾ ഈ സംസാരിക്കുന്ന വിഷയം, പിന്നെ അതുകൂടാതെ മറ്റ് രഞ്ജിത്ത് ആ വധക്കേസുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള വിഷയം, ഇതിലെല്ലാം നമ്മൾ കാണുമ്പോൾ ഇതിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു പൊതു സംഗതി എന്താണ്? വിധി പ്രതികൂലമായി വരുന്ന ആളുകൾ ആദ്യം ഒന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് കോടതി തോറ്റിരിക്കുകയാണ്, ഇവിടെ ആകെ പ്രശ്നമാണ്, സിസ്റ്റം ആകെ പ്രശ്നമാണ് എന്ന് പറയുന്നു. എന്നാൽ ഈ സിസ്റ്റത്തിൽ തന്നെയുള്ള ഇതിനുള്ള വഴികളെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ കേട്ടത് എന്താണ്? ഇത് അപ്പീൽ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ അടുത്ത വശത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതാണ് നമ്മളിവിടെ കണ്ടൊരു വ്യത്യാസം. അതൊരു വളരെ മെച്യൂറായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങളുടെ രാഷ്ട്രീയമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെ വിഷയം. പക്ഷേ ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പോലും എന്ന് പറയുന്നത് സത്യത്തിൽ അത് തന്നെയാണ് ഒരു കച്ചിത്തിരുമ്പ് ഈ പറയുന്ന സിസ്റ്റത്തെ രക്ഷിച്ചെടുക്കാനുള്ള, അല്ലെങ്കിൽ ഇതിനെ പോവാതിരിക്കാനുള്ള ഒരു വഴി എന്നുള്ളതാണ് ഇതിൽ കാണുന്ന ഒരു കാര്യം. അതിനൊരു അഭിനന്ദനം നമ്മളിവിടെ കൊടുക്കുകയാണ്. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ആ നീതി നിഷേധം അവർ വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നു. ഇനിയിപ്പം ഉന്നത കോടതികളിലേക്ക് പോകാം, പക്ഷേ എപ്പോഴാണ് അതിൻ്റെ വിധി വരിക? അതുവരെ ഇവർ വീണ്ടും ഈ ദുരനുഭവം ആയിട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്നില്ലേ? അതിന് നിർബന്ധിതരാവുകയില്ലേ? അതെ, അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ജനത, അതിൽപ്പെട്ട ഒരു വലിയ വിഭാഗം, അവർ ഇപ്പോഴും ഈ സിസ്റ്റത്തിനെ വിശ്വസിക്കുന്ന ആളുകളായിട്ട് ഇവിടെ നിലനിൽക്കുമ്പോൾ ആ വിശ്വാസ്യതയെ അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഇവിടുത്തെ ഈ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതിൽ അടുത്ത ഭാഗം പറയാൻ വരുന്നത്. കാരണം അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ കാണാറുള്ളത് ഈ കോടതിയെ കുറ്റം പറയുന്നതാണ് നമ്മൾ കാണുന്നത്. കോടതി എന്ന് പറയുന്നത് അവരുടെ മുന്നിലേക്ക് എത്തുന്ന സംഗതികളെ വിലയിരുത്തിക്കൊണ്ട് അതിനകത്തൊരു വിധി പ്രസ്താവിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന പണിയായിട്ട് വരിക. അപ്പോൾ ഈ മുന്നിലേക്ക് സംഗതികൾ കൊണ്ടെത്തിക്കേണ്ട ബാധ്യത ആർക്കാണ്? അത് ഇവിടുത്തെ പ്രോസിക്യൂഷനാണ്. അതിപ്പോൾ ദിലീപിൻ്റെ കേസ് നമ്മൾ ഏറ്റവും അടുപ്പിച്ച് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് ഈ പറയുന്ന ദിലീപിൻ്റെ വിഷയത്തിൽ. അതിൽ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നു.
ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ വേണ്ട രീതിയിൽ അന്വേഷണം നടത്തി വേണ്ട കാര്യങ്ങൾ അവിടെ എത്തിക്കാൻ പരാജയപ്പെട്ടതിൻ്റെ ആ ഒരു ജാള്യത അത് അവർ മറയ്ക്കാൻ വേണ്ടിയിട്ട്, അവരുടെ തോൽവിയെ അവർ മറയ്ക്കാൻ വേണ്ടിയിട്ട് അത് കോടതിയുടെ തലയിൽ, അവിടുത്തെ ജഡ്ജിയുടെ തലയിലേക്ക് അത് ഇട്ടുകൊണ്ട് അവിടുന്ന് തടിയൂരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെയും സംഭവിക്കുന്നത് പലപ്പോഴും ഈ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന തെറ്റുകൾ, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒമിഷൻസ്, അത് ഇവിടെ പലപ്പോഴും ചർച്ചയാവുന്നില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു ആശങ്ക. ഇത് നമുക്കൊക്കെ ബാധകമാവുന്നു. ഒരു ഘട്ടത്തിൽ ഭാവിയിൽ ചിലപ്പോൾ നമ്മളെയും ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണെന്നുള്ളതാണ് ഇവിടെ വരുന്നത്. കാരണം ഇതിൽ 13 വർഷത്തെ ഒരു ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയതല്ല. ആ 13 വർഷം കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്, എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മറവി എന്ന് പറയുന്ന ഒരു സംഗതി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സാക്ഷികളെ കൂറുമാറാനും അവരെ കൊണ്ട് അവരുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് അടുപ്പിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ, പിന്നെ പല പല കാര്യങ്ങൾ അവിടെയൊക്കെ നടക്കുന്നത്. പിന്നെ അതോടൊപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇതിൽ KSU പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മൊഴി മാറ്റുന്നു, അല്ലെങ്കിൽ അവരുടെ കൂറുമാറുന്ന അവസ്ഥ. ഈ മൊഴി മാറ്റം നമ്മൾ അതെ, അവരിതിനു മുന്നേയും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ദിലീപിൻ്റെ കേസിലും പറയുന്ന ഒരു കാര്യമായിരുന്നു, മൊഴി അവർ പിൻവലിച്ചു, അവർ മൊഴി മാറി എന്നൊക്കെ പറയുന്ന കാഴ്ച. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? അപ്പോൾ ഇതിൽ എന്താണ് അതിന് വഴിവെക്കുന്നത്? ഇതെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ടി വരികയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വിശാലിൻ്റെ ഒരു മരണത്തെയോ അല്ലെങ്കിൽ ആ ഒരു വിഷയം മാത്രം എടുത്തു വെക്കുന്നതിനേക്കാൾ ഉപരി ഇത് ഒരു പൊതു പ്രശ്നമാണ്. ചോദിച്ച ചോദ്യം തന്നെയാണ് അതിലെ പ്രസക്തമായ കാര്യം എന്നാണ് ഞാൻ പറയുക. ഇതൊരു പൊതു പ്രശ്നമായിട്ട് മാറുന്നു. ഇവിടെ നമുക്ക് ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ, അതുപോലെ ഈ ഫാസ്റ്റ് ട്രാക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട കേസിൽ പ്രോസിക്യൂഷനെ നിയമിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കാലതാമസം, ഇതുപോലുള്ള സംഗതികൾ, പിന്നെ ഏറ്റവും എല്ലാത്തിനും മുകളിൽ ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ എന്തിനാണ് ആയുധം എന്നതാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന വിഷയം. അങ്ങനെ ഒരു ക്യാമ്പസ് രാഷ്ട്രീയത്തിന് എന്ത് പ്രസക്തിയാണ് ഇന്നത്തെ ഈ ആധുനിക ലോകത്തിൽ? സത്യത്തിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ എത്ര പേർക്ക് ഇത്തരത്തിലുള്ള വയലൻസിലൂടെയുള്ള രാഷ്ട്രീയത്തോടൊക്കെ താല്പര്യം ഉണ്ടാവുന്നു ഒന്ന് ചോദിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല ഇത് മാത്രം മതിയാവും ഇവരെ കൊണ്ട് നാട് വിടാൻ പോലുമുള്ള ഒരു കാരണമാക്കി ഇതിനെ മാറ്റാൻ. ഇവിടുന്നൊക്കെ ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഇതൊക്കെ തന്നെയാണ്. ജീവിക്കാൻ കൊള്ളില്ല, എവിടെ തിരിഞ്ഞാലും വയലൻസ്, എവിടെ തിരിഞ്ഞാലും ഇതുപോലുള്ള കാര്യങ്ങൾ എന്ന് കാണുമ്പോൾ ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും? എനിക്കൊക്കെ മടുത്ത കാര്യമാണ്. നമ്മളൊക്കെ ഒരു ഘട്ടത്തിൽ ഇതുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അല്ല ഇതിൻ്റെ രീതി എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞിട്ട് മടുപ്പ് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇത് ഇന്നത്തെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പിന്നെ നിർബന്ധിച്ചിട്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ എത്രമാത്രം ബാക്ക് ഫയർ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അപ്പം ഇങ്ങനെയുള്ള ലീഗൽ വശം, അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എറേഴ്സ്, ഇതെല്ലാം തിങ്ക് ചെയ്തുകൊണ്ട് ഇതിനെ റിവാമ്പ് ചെയ്യാനുള്ളൊരു ആലോചന, ഇത് സംബന്ധിച്ചിട്ടുള്ള വളരെ കൃത്യമായ ചർച്ചകളും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സത്യത്തിൽ ഇവിടെ നടക്കേണ്ടത്. അത് ഇവിടെ നമ്മൾ കാണണം. അതോടൊപ്പം ഈ പറയുന്ന അപ്പീലിന് പോകുമെന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു നിലപാടാണ്. അതുതന്നെയാണ് ഈ സിസ്റ്റത്തിൻ്റെ ആ ഒരു വിശ്വാസ്യത ഇനിയെങ്കിലും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തൊരു കാര്യമാണ്, ഇത് വളരെ മെച്ചുറായിട്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റ് പല കേസുകളിലും ആളുകൾ എടുത്തിട്ടുള്ള നിലപാടുകളെക്കാളൊക്കെ വളരെ മികച്ച നിലപാടുകളായിട്ട് ഇത് മാറുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് അത് നമ്മളിവിടെ നിന്ന് എടുത്തു പറയുകയാണ്.